ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിനെ, ഗ്രേസിനെ, മാമച്ചനെയാണ്. അങ്ങനെ നമ്മുടെ ഗ്രേസ് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പൊ ഇടിച്ചുകുത്തി ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഇടിച്ചുകുത്തിയൊന്നും അല്ല ഞാൻ വന്നത്, ഞാൻ നല്ല തൻ്റെ ഇടത്തോടു കൂടിയാ വന്നിരിക്കുന്നത്. എഴഞ്ഞ് ഇടിച്ചുകുത്തി തൻ്റെ ഇടത്തോടു കൂടി. എന്താടി കാര്യം എന്താന്ന് വെച്ചാൽ പറയാം. അതേ, കിളിമാനൂരിൽ നിന്ന് എൻ്റെ മൈ ഡിയർ ഫാദറിന്റെ ഫാദറും വരുന്നുണ്ടെന്ന്. ഇത് കേട്ടതും ഗ്രേസി മാമച്ചനും ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസി പറഞ്ഞു, അച്ഛനും മുത്തച്ഛനും വരുന്നുണ്ടെന്ന്. അപ്പൊ മാമച്ചൻ ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങളാരാ? അതുക്കും മേലെ അതുക്കും മേലെ അതുക്കും മേലെ അല്ല, അവരുടെ വരവിന്റെ ഉദ്ദേശം എന്താ? അത് ആദ്യം പറ. അത് പിന്നെ തെരിയാതമ്മ, മര്യാദയ്ക്ക് പറയടി. അതെ, മിസ് രേവതിക്കുട്ടിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച അവർക്ക് തോന്നിക്കാണും. അവര് ചങ്ങനാശ്ശേരി കഴിഞ്ഞപ്പോഴാ എന്നെ വിളിച്ചത്. തിരിച്ചു പൊക്കോളാൻ ഞാൻ പറയട്ടെ? വേണ്ട വേണ്ട, അവര് വന്നോട്ടെ. അല്ല, നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് കിടപ്പിലല്ലായിരുന്നോ? ആന്റി, ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു എപ്പോഴും അങ്ങനെ കിടക്കരുത്, എണീറ്റിരിക്കണമെന്ന്. അപ്പം അച്ഛൻ എണീറ്റിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അച്ഛനോട് എണീറ്റിരിക്കരുത്, എപ്പോഴും നടക്കണമെന്ന്. അപ്പം അച്ഛൻ നടന്നു, ഇരുന്നു, കിടന്നു, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓഹോ, നീ പറയുന്നത് പോലെ സംഭവിക്കാൻ ഇരിക്കുവാണോ അവിടെ? ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. അല്ല, ഇപ്പൊ അങ്കിളിന് എന്താ വേണ്ടത്? ഒരു നെല്ലിക്ക നാരങ്ങ ജ്യൂസ് എടുക്കട്ടെ? സൂപ്പർ സംഗതി, കൊണ്ടുവാ. അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അല്ല ആന്റിക്കോ? നീ എനിക്ക് ഹോർലിക്സ് ഇട്ട് ഒരു കോഫി എടുക്ക. ഹോർലിക്സ് ഇട്ട് ഹോപ്പി. മിണ്ടാതെ അവിടെ ഇരുന്നോ. ഉള്ളി, ലെമൺ ടീ ഓർ തുളസി ടീ അല്ലെങ്കിൽ ജിഞ്ചർ ടീ, ഏതാ വേണ്ടത്? എന്ത് കുന്തയിലും നീ കൊണ്ടുപാടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി അത് എടുക്കാൻ വേണ്ടി അങ്ങ് പോയി കേട്ടോ. ഏതായാലും രേവതിക്കുട്ടിയോട് സംസാരിക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. രേവതിക്കുട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി മാമച്ചനോട് പറഞ്ഞു, മാമച്ചാ, എന്തായിരിക്കും അവരുടെ വരവിന്റെ ഉദ്ദേശം? അവരെന്തിനായിരിക്കും വരുന്നത്? അത് പിന്നെ മോളെ കാണാനായിരിക്കും വരുന്നത്. പിന്നെ എന്തിനാ അവരിങ്ങോട്ട് വരുന്നത്? അവരുടെ മോളെ കാണണ്ടേ? അല്ല, ചോദിക്കാനാണോ? എന്ത് ചോദിക്കാന്? അത് അവളെ കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിക്കാന്. ചോദിച്ചാൽ നമ്മൾ കൊടുക്കുവോ? കൊടുത്താൽ അവള് പോവോ? അതൊന്നും അല്ല, അവര് വന്നിട്ട് പോട്ടേന്നേ. അതിനിപ്പോ എന്തിനാ ഗ്രേസി നീ വിഷമിക്കുന്നത്? എന്നാലും എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തട്ടിയോലെ തോന്നുക. പെട്ടെന്നെല്ലാം നഷ്ടമായി പോകുമോന്നൊക്കെ. നഷ്ടമാവില്ലായിരിക്കൂലേ? ഇല്ലെന്നേ, ഒന്നും നഷ്ടാവില്ല, അങ്ങനെ മനസ്സിൽ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മാവച്ചൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈതയ്ക്ക തറവാട്ടിൽ ഒരു ഗൂഢാലോചനയാണ് കേട്ടോ. നമ്മുടെ ഗംഗാധരമേനോനും ശിവശങ്കരമേനോനും കൂടെ മനുവും ഉണ്ട്. നമ്മുടെ കമലയാണെങ്കിൽ ഒരു ചായയൊക്കെ നമ്മുടെ ഗംഗാധരന് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ഗംഗാധരൻ ചോദിച്ചു, എന്തു പറ്റി? പതിവില്ലാതൊരു ചായ ഇവർക്ക് കൊടുക്കുന്നില്ലേ? അത് പിന്നെ ഇവര് കഴിച്ചതാ. അത് പിന്നെ ഗംഗേട്ടൻ കഴിച്ചോ? ഓഹോ, അപ്പം എനിക്ക് മാത്രം ഉള്ളല്ലേ ചായ? ഇവരിപ്പൊ കഴിച്ചതാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ മനു പറഞ്ഞു, എനിക്കൊരു ചായ വേണമെന്ന്. ഓ, പിന്നെ നീ ഇപ്പൊ കഴിച്ചതല്ലേ, പിന്നെ എന്തിനാ നിനക്കിപ്പോ ചായ? അത് പിന്നെ എനിക്കിപ്പോ ചായ വേണം, നിനക്ക് ചായ തരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ എന്ത് ചെയ്തു? ഗംഗാധരന്റെ കയ്യിൽ നിന്ന് ചായ എടുത്ത് നമ്മുടെ മനുവിന് അങ്ങ് കൊടുത്തു. ഈ സമയത്ത് നമ്മുടെ കമല അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഗംഗാധരൻ ചോദിച്ചു, കമല എവിടെയാ വീടെടുത്തതെന്ന് നീ അറിഞ്ഞോ മനു? ഞാൻ അറിഞ്ഞു. ഒറ്റ വാച്ച് തന്നെയാ എന്റെ അങ്കിളെ. ഇപ്പൊ തന്നെ പുതിയ വീട്ടിലേക്ക് മാറണം എന്ന് തന്നെയാണ് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നത്. മക്കളുടെ കാര്യത്തിൽ ഒന്നും ആന്റിക്ക് ടെൻഷൻ ഇല്ല. ആന്റിക്ക് ആന്റിയുടെ കാര്യം മാത്രം. മക്കളൊക്കെ വെറും ആയുധം മാത്രമാ വൈജാന്റിക്ക്. വൈജാന്റിക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ജയിക്കണം, എല്ലാവരെയും തോൽപ്പിച്ചിട്ട് ഒന്നാമതെത്തണം. ജയിക്കാൻ വേണ്ടി മക്കളെ ആയുധമാക്കിക്കൊണ്ടിരിക്കുക. അല്ല, എന്നിട്ട് എന്താ, അവള് ജയിച്ചോ? അപ്പൊ ശിവശങ്കരമേനും പറഞ്ഞു, തോറ്റു തോറ്റു തുന്നം പാടിയിരിക്കല്ലേ എല്ലായിടത്തും തോറ്റ്. ഏറ്റവും വലിയ തോൽവി വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. അലീനയുടെ മുമ്പിലുള്ള തോൽവിയല്ലേ, അതോടെ തീരും വൈജ, അതോടെ ക്ലോസ്. അപ്പോഴത്തേക്കും നമ്മുടെ കമല വീണ്ടും വന്നൊരു ചായയായിട്ട് എന്നിട്ട് ചോദിച്ചു, അല്ല മാലതിയേട്ടത്തിക്ക് സുഖമല്ലേ? സുഖമൊക്കെ തന്നെയാ. അവക്ക് അവിടെ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. അവക്ക് ഇങ്ങോട്ട് വെറുതെ രണ്ട് കൈ വീശി വരാൻ പറ്റത്തില്ലല്ലോ.
അതുകൊണ്ട് അവള് വരാതിരുന്നത്. അപ്പൊ ശിവൻ പറഞ്ഞു, അതേ കമല, ഒരു ചായയും കൂടെ എടുത്തേ, എന്നെയും കൂടെ എന്തിനാ ഒഴിവാക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യും, ഈ ചായ നീ കുടിക്കുക ശിവ എന്ന് പറഞ്ഞു അത് കൊടുത്തിട്ട് നമ്മുടെ കമലയോട് പറഞ്ഞു, അതെ കമലെ, എനിക്ക് വേറെ ചായ നീ തന്നാ മതിയെന്ന്. അപ്പം ഗംഗാധരനെ ചായ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. എന്നാൽ ഈ സമയത്ത് നമ്മുടെ കമല ചായ എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. ഈ സമയത്ത് അവർ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും അല്ല സംസാരിക്കുന്നത്, നമ്മുടെ വൈജയുടെ കാര്യം പറയുകയാണ്. അങ്ങനെ വൈജ പറഞ്ഞു, വൈജയല്ല ഗംഗാധരൻ പറഞ്ഞു, മാലതിയുടെ മുമ്പിൽ എന്റെ വില പോയി, വല്ലാത്തൊരു കേസായി പോയല്ലോ എന്റെ പൊന്നോ, പെണ്ണ് കേസ് എന്ന് പറഞ്ഞാല്. അല്ല, ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ എങ്ങനെയോ രക്ഷിച്ച് എടുത്തല്ലേ? രക്ഷിച്ചെടുത്തൊന്നും അല്ല അങ്കിളെ, അത് അവൻ നിരപരാധിയാണ്. പിന്നെ അലീനയില്ലേ, അലീന, അവളുടെ ഒരു ദയ, സഹായം എന്നൊക്കെ പറയാം. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ നമ്മുടെ ശിവൻ പറഞ്ഞു, അത് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവണ്ടേ ഗംഗേട്ട? അവള് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന ദിവസം അപ്പൊ തന്നെ അവളെ നമുക്ക് പിക്ക് ചെയ്യണം. തിരിച്ചിങ്ങോട്ടൊരു വാക്ക് പറയാൻ സമ്മതിക്കരുത്. അപ്പോഴത്തേക്കും കമല പറഞ്ഞു, അവൾ അമ്പിലും ഇല്ലിലും അടുക്കത്തില്ലെന്നേ, നിങ്ങൾ വെറുതെ പോകുന്നതാ. അല്ല, കമലയ്ക്ക് ചായ എടുത്തില്ലേ എന്ന് ഗംഗാധരൻ. അപ്പോൾ കമല പറഞ്ഞു, എനിക്ക് നിർബന്ധമില്ല. അല്ല, ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കുമ്പം കമല മാത്രം ഇത് കമല എടുത്തോ, എനിക്ക് വേറെ തന്നാ മതി. ഏതായാലും നമ്മുടെ കമലയ്ക്ക് 8ന്റെ പണിയാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഗംഗാധരൻ. ഈ സമയത്ത് നമ്മുടെ മരു പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യം ചെയ്യാം, ചെല്ല്, ഞങ്ങൾ ഇവിടെ ഒന്നിച്ചിരുന്ന് ഒരു ചർച്ച നടത്തുകയല്ലേ, അപ്പൊ പിന്നെ അമ്മ അങ്ങോട്ട് മാറിപ്പോവാന്. അപ്പൊ നമ്മുടെ ഗംഗാധരന്റെ ഉദ്ദേശം വേറെ ഒന്നും അല്ലായിരുന്നു, കമലേനെ അവിടെ നിന്ന് മാറ്റണം. കമല അവിടെ നിന്നാൽ ശരിയാവത്തില്ല കേട്ടോ. ഇവരുടെ ചർച്ചയ്ക്കിടയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നടക്കുന്ന സ്പോട്ടിലെ കാര്യങ്ങളെല്ലാം വിളിച്ച് അപ്പം നമ്മുടെ വൈജയനെ അറിയിക്കും. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതിയുടെ മുത്തശ്ശനെയും രേവതിയുടെ അച്ഛനെയാണ്. അവര് അങ്ങനെ ആ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു അച്ഛനോട്, ഇതാണ് അവളുടെ വീട്, നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്. ഇത് വിട്ടിട്ട് നമ്മുടെ കൂടെ പോരാൻ അവക്ക് തോന്നുവോ? അത് പിന്നെ ഈ വീട്ടുകാര് അവളുടെ ആരും അല്ലല്ലോ അച്ഛാ. അവർക്കേ അവളെന്ന് വെച്ച ജീവന്റെ ജീവൻ. അത് പിന്നെ അതും മതിയോ അച്ഛാ? ഈ വീട് അവക്ക് കൊടുക്കുവോ? അല്ല, അവക്ക് ഒരു സ്വത്തുക്കളും വേണ്ടെങ്കിലോ? അല്ല, അവക്ക് ജീവിക്കണ്ടേ അച്ഛ? എന്തെങ്കിലും ഒരു ഈട് വേണ്ടേ അവക്ക് ജീവിക്കാനായിട്ട്? ചില ബന്ധങ്ങളെങ്കിലും വസ്തുവിന്റെ പേരിലോ ബാങ്ക് ബാലൻസിന്റെ പേരിലോ 150 പവൻ സ്വർണത്തിന്റെ പേരിലോ ഒന്നും അല്ല നിലനിൽക്കുന്നത്. സ്നേഹത്തിന്റെ മാത്രം ഈടിന്റെ മേലാണ് ചില ബന്ധങ്ങൾ അവിടെ നിലനിന്ന് പോകുന്നത്. നിന്റെ മകളെ നിനക്ക് ചിലപ്പോ കിട്ടുമായിരിക്കും അവരുടെ കാലം കഴിയുമ്പോ. അന്ന് പക്ഷേ ഞാൻ ഉണ്ടാകത്തില്ലല്ലോ. എനിക്ക് ഒരു കൊച്ചുമോളുടെ സ്നേഹം അപ്പം കിട്ടുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഇവര് പതുക്കെ വണ്ടിയുടെ അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ വണ്ടിക്കകത്തുനിന്ന് ഇവരെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി ഇവരെ കണ്ടത് രേവതിക്കുട്ടി ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയുടെ അച്ഛനെ കണ്ടത് ചെറിയ സന്തോഷമൊക്കെ ആയിട്ടോ. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മുത്തശ്ശനോട് ചോദിച്ചു, അല്ല മുത്തശ്ശന് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പൊ മുത്തശ്ശൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, കാണാൻ വേണ്ടിയല്ലേ വന്നത്, കണ്ടപ്പോ ഭയങ്കര സന്തോഷം, അതാ ഞാൻ മോളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛനെ ഇങ്ങനെ നോക്കിയിട്ടോ രേവതിക്കുട്ടി. എന്നിട്ട് അച്ഛാന്ന് വിളിച്ചപ്പോഴത്തേക്കും രേവതിക്കുട്ടിയുടെ അച്ഛന് ഭയങ്കര സന്തോഷമായി. അപ്പം രേവതിക്കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ കരയുകയാണ് സന്തോഷം കൊണ്ട്. അപ്പൊ രേവതിക്കുട്ടി ചോദിച്ചു, എണീറ്റ് നടക്കാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുമല്ലേ? പറ്റുന്നേ. മോളെ കണ്ടതിന് ശേഷം കേട്ടോ, ഡോക്ടർമാര് പോലും ഉപേക്ഷിച്ചതല്ലായിരുന്നോ? മോളെ കണ്ടതിന് ശേഷം എന്റെ മോന് എണീറ്റ് നടക്കാൻ തുടങ്ങിയത്. അല്ല, മെഡിസിൻ ഒക്കെ കഴിക്കുന്നില്ലായിരുന്നു മുത്തശ്ശ? പെയിൻ കില്ലർ, വേറെ ഒന്നുമില്ലെന്നേ, ഇതിന് പെയിൻ കില്ലർ മാത്രമേ ഉള്ളൂ. അല്ല, എന്നിട്ടും ഇത്രയും മാറ്റം ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യല്ലേ? അതാ മോളെ പറഞ്ഞത്, ചിലർക്ക് ചില മനുഷ്യര മരുന്ന്, ചിലർക്ക് ചില വേറെ മരുന്നും കാണുമായിരിക്കും. പക്ഷെ ചിലർക്ക് മനുഷ്യര് തന്നെ വേണം ആ രോഗം മാറണമെങ്കിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. എന്നിട്ട് ആ കയ്യിലൊക്കെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ മാറത്തേക്ക് ആ നെഞ്ചത്തേക്ക് ഇങ്ങനെ ആ ചൂട് പറ്റി ചേർന്ന് കിടന്നപ്പോഴത്തേക്കും എന്തോ ഒരു സ്പാർക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പ്രമോയിൽ പറഞ്ഞ പോലെ നമ്മുടെ രേവതിക്കുട്ടിക്ക് കിട്ടുകയാണ്. അച്ഛന് ഭയങ്കര സന്തോഷമാണ്, കണ്ടതെന്ന മുത്തച്ഛന് അതിലും വലിയ സന്തോഷമാവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മുത്തച്ഛൻ പറഞ്ഞു, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ ആയുസ് നീട്ടി എടുത്തത്, പിന്നെയും കാണാനുള്ള ആഗ്രഹം കൊണ്ട്, നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്, അതും ഒരു വലിയ മരുന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, അതും ഒരു വലിയ മരുന്നൊക്കെ തന്നെയാണ്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? വാ, വീട്ടിലേക്ക് കയറി ഇരിക്കാം. അല്ല, ഞങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് മോളോട് ഇഷ്ടക്കേട് വല്ലതും തോന്നുവോ?
അങ്ങനെയൊന്നുമില്ല. അവർക്കറിയാം ഞാൻ അവരെ വിട്ട് എങ്ങോട്ട് പോകത്തില്ലെന്ന്. പിന്നെ എന്തിനാ അവര് വിഷമിക്കുന്നത്? ബാ 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 അച്ഛാ കേറി ബാ, ഞാൻ പിടിക്കാം അച്ഛാ എന്നും പറഞ്ഞ് നമ്മുടെ അച്ഛനെയൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. മുത്തശ്ശനെയും കൂട്ടിയിട്ട് അച്ഛന്റെയും മുത്തശ്ശന്റെയും കയ്യിൽ ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടിരുത്താണ്. അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട്, വയ്യെന്നേ, പതുക്കെ പതുക്കെ നടക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ഞാനേ ആന്റീനെയും അങ്കിളിനെയും കൂട്ടിക്കൊണ്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ മുത്തച്ഛനും അച്ഛനും ഒക്കെ ഇരുന്ന് ഇങ്ങനെ വീടും ഒക്കെ പരിസരവും ഒക്കെ നോക്കുന്നു. അങ്ങനെ നമ്മുടെ അച്ഛൻ പറഞ്ഞു, കൊള്ളാം അല്ലെ. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, അവളുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് ഇങ്ങനെ ഒരു വീട്ടിൽ എത്തപ്പെട്ടത്. ഇല്ലെങ്കിൽ ഒരു അനാഥ കുഞ്ഞ് എന്തൊക്കെയായി തീരും, അതും ഒരു പെൺകുട്ടി. ഇപ്പൊ അവളുടെ ജീവിതം എവിടെയെങ്കിലും അവസാനിച്ചേനെ. ആ, നല്ല സ്ഥലത്ത് തന്നെ എത്തിയില്ലോ അച്ഛാ എന്റെ മോള്. ആ, അതെ അതെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി എത്തി. ഗ്രേസി എത്തിയപ്പോഴത്തേക്കും ഇവർ എണീറ്റു വിട്ടു. അപ്പം പറഞ്ഞു ഗ്രേസി, അയ്യോ എണീക്കില്ല എണീക്കില്ലേ, ഇരുന്നോ. അല്ല, നിങ്ങൾ അവിടുന്ന് രാവിലെ പോന്നോ? ആ, രാവിലെ ആകുമ്പോ തിരക്ക് കുറവുണ്ടല്ലോ. ആ, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് തോന്നിയത്. പിന്നെ ഇതേ, എന്റെ ദൈവമേ, രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഉണ്ടല്ലോ, യാതൊരു വ്യത്യാസം ഇല്ലാന്ന് റോഡിലേക്ക് വണ്ടി കൊണ്ട് ഇറങ്ങിയപ്പോഴാ മനസ്സിലായത്. അല്ല, നിങ്ങൾ തന്നെയാണോ വന്നത്? അല്ലല്ലല്ല, ഡ്രൈവർ കൂടെയുണ്ട്. പിന്നെ ഇവന് അത്രയ്ക്ക് ബലമൊന്നും ആയിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങ് പോരും. അയ്യോ, എന്നാലും ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരാന്ന് പറഞ്ഞാല് അത് സാരമില്ലെന്നേ. അല്ല രേവതി, കുടിക്കാൻ എന്താ എടുക്കുന്നത്? അത് പിന്നെ ഫ്രഷ് ലൈം എടുക്ക്, അല്ലെങ്കിൽ ജ്യൂസ് എടുക്ക്. അല്ല, നിങ്ങൾക്കത് കുഴപ്പമുണ്ടോ? കുടിക്കത്തില്ലേ? ഉം കുഴപ്പമില്ല, പക്ഷെ ഇവന് തണുപ്പൊട്ടും വേണ്ട, ഐസ് ഇടണ്ട. ആ, എന്നാ പിന്നെ ശരി, ഞാൻ എടുക്കാന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അകത്ത് ഇവർക്ക് കുടിക്കാൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗ്രേസി, അല്ല അസുഖമൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് മാറ്റം ഉണ്ടല്ലോ കണ്ടിട്ട്. കുറച്ച് മാറ്റം അല്ല മോളെ, നല്ല മാറ്റമുണ്ട്. അല്ല, വേറെ മരുന്ന് വല്ലതും സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്ത മരുന്ന് ഒന്നേ ഉള്ളൂ. വല്ലപ്പോഴും രേവതി മോളെ ഫോണിൽ വിളിക്കും, എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. അവളുടെ സ്വരം കേട്ടാ മതിയെന്നേ, അതും വലിയൊരു മരുന്ന. പിന്നെ അവള് ഫോട്ടോയും പാട്ട് പാടുന്ന വീഡിയോയും വോയിസ് മെസ്സേജും ഒക്കെ അയച്ചു കൊടുക്കും. അതൊക്കെ എന്റെ മോന് ഭയങ്കര സന്തോഷമാന്നേ. ചിലപ്പം വീഡിയോ കോൾ ചെയ്യും. ആ, അതെല്ലാം ഓരോരോ മരുന്ന എന്റെ മോന്. ഇത്രയും വിലപ്പെട്ട മരുന്നൊക്കെ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് തരാൻ പറ്റുമോ? ഓ, ഏതായാലും ഇത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അച്ഛനും പറഞ്ഞു, എന്നെ ചികിത്സിച്ച ഡോക്ടർക്കും ഒരു അത്ഭുതം തന്നെയാണ്. അല്ല, ഡോക്ടർ മിറാക്കിൾ ആണെന്നാ പറയുന്നത്. പണ്ടുള്ളവര് പറയാറില്ലേ, മനസ്സാണ് ഏറ്റവും വലിയ ആയുധമെന്ന്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, ആ അതെ, മോള് പറഞ്ഞായിരുന്നു മാമച്ച സാറ് വയ്യാതിരിക്കുകയാണെന്ന്. അതൊന്നും അറിയാതെ ഞങ്ങൾ പുറപ്പെട്ടത്. ബുദ്ധിമുട്ടായോ? ഏയ്, ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഇനി കാണാൻ പറ്റുമെന്ന് പോലും സംശയിച്ച ആള് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുന്ന കാണുമ്പോ സന്തോഷല്ലേ തോന്നുക? അത് സന്തോഷം ഞങ്ങൾക്ക്. അത് പിന്നെ നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ എന്ന് രേവതിക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് വന്നു കേട്ടോ. നാരങ്ങ വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം, ഫ്രഷ് ലൈം ഒക്കെ ആയിട്ട് വന്നു. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി അത് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞ കാറിനകത്ത് 2 പാക്കറ്റ് ഇരിപ്പുണ്ട്, മോള് പോയി എടുത്തോണ്ട് വരുമോ? മോക്ക് തരാൻ വേണ്ടി മേടിച്ചതാ. അപ്പം ഗ്രേസി പറഞ്ഞു, അയ്യോ ഒന്നും മേടിക്കണ്ടായിരുന്നല്ലോ, ഇതൊക്കെ ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. എന്നാലും അച്ഛൻ മോളെ കാണാൻ ആദ്യമായിട്ട് വരുമ്പോ കൈവീശി വരാൻ പറ്റുമോ? ഇവിടെ വെറും കൈയോടെ വരാൻ തോന്നിയില്ലെന്നേ. ഒന്നുമില്ല, കുറച്ച് ഫ്രൂട്ട്സും ചോക്ലേറ്റും ഒക്കെയാ ഒരു സന്തോഷത്തിന്. ചെല്ലുമോളെ, മോള് പോയി എടുക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി പോയി. ഗ്രേസിയും പറഞ്ഞിട്ട് പോയി എടുക്കാൻ പറഞ്ഞപ്പം രേവതിക്കുട്ടി പുറത്തേക്ക് പോയേ. അപ്പൊ നമ്മുടെ അച്ഛൻ പറഞ്ഞു, അതായത് രേവതിക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങള് അവളെ എങ്ങനെ നോക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ അവളെ വിട്ട് എങ്ങോട്ടേക്കും പോകത്തില്ലെന്നും അറിയാം. അവള് നിങ്ങളെ വിട്ടും പോകത്തില്ല. ഉള്ളിലൊരു സങ്കടം ഉണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ട്. അവക്കിപ്പം എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഉള്ളൊരു ജീവിതം അവൾക്ക് കിട്ടിയല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി വന്നു. രേവതിക്കുട്ടി വന്നപ്പോഴത്തേക്ക് അവിടുന്ന് രേവതിക്കുട്ടിനെ മാറ്റണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഗ്രേസി പറഞ്ഞു, ഇത് അകത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി അത് കൊണ്ടുപോയി വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വെച്ചു കേട്ടോ. അതായത് വെക്കാൻ അകത്തേക്ക് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ എന്നാ പൊക്കോട്ടെ, ഞങ്ങൾക്ക് മാമച്ചനെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കോളാം. അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇന്ന് ഇവിടുന്ന് ചോറുണ്ട് വിശ്രമിച്ചിട്ടൊക്കെ പോയാൽ മതി. നിങ്ങൾ രേവതിക്കുട്ടിയുടെ ആൾക്കാരല്ലേ, അപ്പം അവക്ക് കൊടുക്കുന്ന വില ഞങ്ങൾ നിങ്ങൾക്ക് തരും. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ഇവിടെ വരുന്നത് കൊണ്ടും ഒക്കെ. ഞാൻ പോയി മാമച്ചാനെ വിളിച്ചിട്ട് വരാം, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഊണ് കഴിക്കാതെ പോവല്ല, ഇവിടെ ഊണ് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. എന്നിട്ട് നമ്മുടെ ഗ്രേസി അകത്തേക്ക് പോയിട്ടോ. ഏതായാലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറോട് നമുക്ക്
എന്തോ ബഹുമാനമൊക്കെ തോന്നും ഗ്രേസിയുടെയും മാമച്ചന്റെ ഒക്കെ അല്ലെ. ഒരു പ്രത്യേക ഒരു ഇതല്ലേ, കാരണം അങ്ങനെയുള്ള മനുഷ്യരൊക്കെ അപൂർവമാണ്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജി ഇങ്ങനെ പിച്ച വെച്ച് നടക്കുക. അപ്പം ഡോക്ടർ കൂടെ ഉണ്ട്. അപ്പൊ ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം നമ്മുടെ വൈജ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പം ഇച്ചിരി വേദന ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ സാരമില്ല, ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പോവണ്ട, മരുന്നൊക്കെ കറക്റ്റ് ആയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അല്ല കൈക്ക് എങ്ങനെയുണ്ട്, കൈക്ക് കുറച്ച് വേദനയുണ്ട്, തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നോർമൽ ആയിക്കോളും. അതെ ഡോക്ടർ, ഞാനിന്ന് ഡിസ്ചാർജ് ആകും, അപ്പം ഫിസിയോതെറാപ്പിയുടെ പ്ലാനൊക്കെ എങ്ങനെയാ? അതൊക്കെ ഒരു പ്രശ്നമല്ല, ഒന്നെങ്കിൽ ഇവിടെ വരെ അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കൂ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്. അതും ഇനി കംഫർട്ടബിൾ അല്ലെങ്കിൽ സൗകര്യം അനുസരിച്ച് വീട്ടിൽ വന്ന് ചെയ്തു തരുന്ന തെറാപ്പിസ്റ്റ് വേറെ ഉണ്ട്, അങ്ങനെ ചെയ്താൽ മതി. അല്ല ഡോക്ടർ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഏയ് നിലവിലില്ല, ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യാം, അയാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഡോക്ടർ അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഏതായാലും വൈജിക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ ഡിസ്ചാർജ് ആയി പോവാന്ന് പറഞ്ഞപ്പോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വീട് നമ്മുടെ കുര്യച്ചന്റെ അല്ല സോറി മാമച്ചന്റെ ഗ്രേസിയുടെ വീടാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ കുര്യച്ചൻ വരികയാണ്. അപ്പോഴത്തേക്ക് രേവതിയാണ് കുര്യച്ചനെയും ക്ഷണിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കുര്യച്ചനെ കണ്ടത് രേവതി ഓടി ചെല്ലുക. എന്നിട്ട് അങ്കിളെ, അയ്യോ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അത് പിന്നെ ഞാനിങ്ങ് പോന്നു. അല്ല ഇതാരുടെയാ കാറ്? അത് എന്റെ അച്ഛനും മുത്തച്ഛനും വന്നതാ. നിന്റെ അച്ഛനും മുത്തച്ഛനും അവരൊക്കെ ഉണ്ടോ? അവരൊക്കെ ഉണ്ടെന്നേ, വാ കേറി വാ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നമ്മുടെ കുര്യച്ചനെയും കൂട്ടി അകത്തേക്ക് പോവാണ്. അങ്ങനെ അകത്തേക്ക് ചെന്നു. അപ്പം മുത്തശ്ശനും അച്ഛനും എണീറ്റു കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു ഇതെന്റെ അച്ഛൻ. അപ്പോഴത്തേക്കും കുര്യച്ചൻ ചോദിച്ചു എന്താ പേര്? ജയപ്രസാദ്. ഇതെന്റെ മുത്തച്ഛനാണ് കേട്ടോ. എന്റെ പേര് രമേശൻ നായർ, കിളിമാനൂരാ സ്ഥലം. അല്ല നിങ്ങളൊക്കെ മാമച്ചന്റെ വിവരം അറിഞ്ഞിട്ട് വന്നാണോ? ഏയ് അല്ലെന്നേ, ഇവിടെ എത്താറായപ്പോഴാ അറിഞ്ഞത്. ഞങ്ങള് മോളെ കാണാൻ വേണ്ടി വന്നതാ. ഇത് ഞങ്ങളുടെ മോളാ. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഗ്രേസി മാമച്ചനെ കൊണ്ട് പതുക്കെ പതുക്കെ പിടിച്ചു വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കുര്യച്ചൻ ചോദിച്ചു താങ്ങി പിടിക്കണോടോ, ആ പരുവത്തിലായോ? എന്റെ കുര്യച്ചായ, ഇവള് വെറുതെ ആക്ഷൻ കാണിക്കുന്നതാണെന്ന്, എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നെ താങ്ങാൻ ഇവക്ക് വല്ലതും പറ്റുവോ? ഇവള് താങ്ങിയാ നിൽക്കുന്ന ശരീരമാണോ എന്റേത്? എന്നാലും താങ്ങാൻ ഒരാളുണ്ടോ എപ്പോഴും നല്ലതാണ് കേട്ടോ എന്ന് കുര്യച്ചനും. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ കുര്യച്ചൻ പറഞ്ഞു, കുര്യച്ചൻ അല്ല മാമച്ചൻ പറഞ്ഞു എല്ലാവരും നിൽക്കാതെ അവിടെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഒക്കെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ പറഞ്ഞു കുര്യച്ചായനോട് ഇവള് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടാ, അതിന് മാത്രം ഒന്നും ഇല്ലെന്നേ, ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് എടുത്തോളാന്, അത്രേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞത് നന്നായി മാമച്ച. ഞമ്മള് കാണാൻ വരുന്നത് എന്തിനാ? നാളെ ചത്തുപോയേക്കാന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കുര്യച്ചൻ ഇങ്ങനെ ഞെട്ടി നോക്കിട്ടോ, ചത്തു പോയേക്കാന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കുര്യച്ചന്റെ ഒരു സ്വഭാവമുണ്ട്, എല്ലാം വെട്ടി തുറന്ന് പറയും. അങ്ങനെ നമ്മുടെ കുര്യച്ചൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അതാ അതിന്റെ സൈക്കോളജി. അപ്പൊ രേവതിക്കുട്ടിയുടെ മുത്തശ്ശൻ പറഞ്ഞു സത്യമാണ്, ഞങ്ങൾ അനുഭവസ്ഥരാണ്, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അല്ല നിങ്ങള് വരുന്ന വിവരം രേവതി മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കേട്ടോ കുര്യച്ച, ഈ മനുഷ്യനെ ഞങ്ങള് കിളിമായൂര് ചെന്ന് കാണുമ്പം ഡോക്ടർമാർ ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നേ. രേവതിയുടെ അച്ഛനെ എണീറ്റ് നടക്കാൻ മേല ഓട്ടും. ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ മോൾ ഇവിടെ ഉണ്ടെന്നും സന്തോഷമായിട്ട് ജീവിക്കാന്ന് അറിഞ്ഞപ്പോഴുള്ള മാറ്റം. ചാടവടയെന്നല്ലേ നടക്കുന്നത്, അസുഖങ്ങളൊക്കെ മാറി. അപ്പോഴത്തേക്കും കുര്യച്ചൻ പറഞ്ഞു അങ്ങനെ ചില സത്യങ്ങളുണ്ടെന്നാ ഞാനും പറയുന്നത്. എന്താന്നറിയാമോ? സ്നേഹത്തിനെ വെല്ലുന്ന മരുന്നൊന്നുമില്ല, അതാണ് വലിയ സത്യം. ഏതായാലും പിന്നെ കാണിക്കുന്ന ഇവര് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുര്യച്ചനും അതുപോലെ അലീനയുടെ അല്ല രേവതിയുടെ അച്ഛനും മുത്തശ്ശനും മാമച്ചനും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഇവിടെ ലേശം ചോറാണ് വാരി ഇടുന്നത് നമ്മുടെ കുര്യച്ചൻ. അപ്പം ഗ്രേസി പറയും ഇച്ചിരി കൂടെ ചോറെടുത്ത് കഴിക്കുന്നേ. വേണ്ട ചോറ് കുറച്ച് കഴിച്ചാലേ കറി കൂടുതൽ കഴിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛന് എന്തോ കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ വെച്ചിരിക്കുന്ന നോൺ വെജ് ഒക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കോരിയിടാൻ തുടങ്ങുകയാണ് നമ്മുടെ രേവതിക്കുട്ടി. അപ്പം പറഞ്ഞു അയ്യോ ഇതൊന്നും വേണ്ട കേട്ടോ, ഞങ്ങക്ക് പച്ചക്കറി മാത്രമേ കഴിക്കത്തുള്ളൂ, നെല്ലിക്ക ജ്യൂസ് പച്ചക്കറി ഇത് മാത്രം. ഏതായാലും ഇതൊക്കെ കൊണ്ടാ എന്റെ ജീവൻ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ മാമച്ചൻ പറഞ്ഞു അത് പിന്നെ ഇവിടെ ഇളനീര് ഞങ്ങൾക്ക് പെട്ടെന്ന് പറിക്കാൻ പറ്റും, നിലത്ത് നിന്ന് കൈയെത്തും, അത് തരാം. അയ്യോ വേണ്ടെന്ന്, എനിക്ക് കുറച്ച് വെള്ളം മാത്രം മതി എന്ന് രേവതിക്കുട്ടിയുടെ അച്ഛൻ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ മാമച്ചനാണെങ്കിൽ പറഞ്ഞു ഇതൊക്കെ ചുമ്മാ വെച്ചിരിക്കുന്നു, ഇതൊന്നും എന്നെ തൊടിയിപ്പിക്കത്തില്ല ഈ പെണ്ണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു കുര്യച്ചാ ഒരു കാര്യം കേൾക്കണോ,
ദേ ഇവിടെ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഗ്രേസി ചോദിച്ചപ്പോ എന്നെ ഒഴിവാക്കിയോ? ഒഴിവാക്കിയിട്ടില്ല. പപ്പായ തോരൻ, പാവയ്ക്ക തോരൻ, ചേമ്പിന്റെ ഇലത്തോരൻ, അങ്ങനെ പലതും കഴിക്കാം. പിന്നെ ഒരു പിടി ചോറും. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കുര്യച്ചൻ പറഞ്ഞു, അല്ല ഇത്രയൊക്കെ നോക്കിയിട്ടും മാമച്ചൻ എന്താ വീണ് പോയത്? എന്താ മോളെ? എനിക്ക് പുറകെ നടക്കാൻ പറ്റുമോ? ക്ലബിലും അവിടെയും അവിടെയൊക്കെ കട്ടുതീറ്റിയാ. ഏതായാലും ഞാൻ ഓടിപ്പോയി കടത്തിക്കൊണ്ട് ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി പുറത്തേക്ക് പോയി. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അച്ഛൻ പറഞ്ഞു, രേവതിക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, അയ്യോ വേണ്ടന്നേ, അതൊന്നും സാരല്ല, ഇതിന്റെ പുറകിലേ കുര്യച്ചന്റെ സ്ഥലമാ, കുര്യച്ചന്റെ സ്ഥലം. അതും കൊണ്ട് പെട്ടെന്ന് പോയി പറിച്ചിട്ട് വരാം, വേറെ ആരുടെയും പറമ്പല്ലല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പോയി കേട്ടോ. അപ്പോഴത്തേക്കാണ് കുര്യച്ചൻ പറഞ്ഞ, അല്ല നിങ്ങൾ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നാണോ? കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതല്ല, പക്ഷേ നിങ്ങൾ വിട്ടു തന്നാൽ ഇരു കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവര് രണ്ടുപേരും വിട്ടു തന്നാലും അവള് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടു വരുന്നത് തോന്നുന്നില്ല. അവൾക്ക് ആദ്യമായിട്ട് കിട്ടിയ അപ്പനും അമ്മയും ആരാ? ഇവരല്ലേ. പിന്നെ എങ്ങനെ ഇട്ട് വരാനാ? ഇനി ഏത് അപ്പനും അമ്മയും വന്നാലും രണ്ടാം സ്ഥാനല്ലേ ഉള്ളൂ. അവൾ അതുപോലെയാണ് ഈ വീട്ടിൽ കഴിയുന്നത്. അപ്പൊ നമ്മുടെ അലീനയുടെ മുത്തച്ഛനും അച്ഛനും ചെറിയൊരു സങ്കടമൊക്കെ വന്നു. എന്നാലും മുത്തച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കത് ബോധ്യമായി, നന്നായിട്ട് ബോധ്യമായി, ഞങ്ങളുടെ കൂടെ ഒന്ന് വരാൻ അവള് കൂട്ടാക്കില്ലെന്ന് നന്നായിട്ട് മനസ്സിലായി. പിന്നെ ഒരു ചെറിയൊരു ആശ്വാസമാണല്ലോ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കാണുന്നതൊക്കെയെന്ന്. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.